ചക്കക്കുരു മാങ്ങയും ചെമ്മീനൊക്കെ ഉപയോഗിച്ച് നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കറി ഉണ്ടാക്കാനായിട്ട് ഈ വലുപ്പത്തിലുള്ള ഒരു പച്ചമാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചക്കക്കുരുവാണ്. ഒരു 10-15 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കച്ചെമ്മീൻ, ഒരു കൈപ്പിടി നിറയെ ഉണക്കച്ചെമ്മീനും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഉണക്കച്ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നപ്പോൾ അതിലോട്ട് ഉണക്കച്ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഒരു 2 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഇരുന്ന് ചൂടാറട്ടെ. എടുത്തു വെച്ച ചക്കക്കുരുവും മാങ്ങയും അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചക്കക്കുരുവിൻ്റെ പുറത്തുള്ള ആ ബ്രൗൺ തൊലി മുഴുവനായിട്ടും ഞാൻ ചെത്തി കളഞ്ഞിട്ടില്ല. അതിലാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളത് ചെത്തി കളഞ്ഞെടുത്തോളൂ. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉണക്കച്ചെമ്മീൻ അതിൻ്റെ ചൂടെല്ലാം പോയിട്ടുണ്ട്. അതിൻ്റെ തലയും വാലെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചെമ്മീൻ ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഒരു മിക്സിയുടെ ചെറിയ ജാറാണ് ചെമ്മീൻ അരച്ചെടുക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചെമ്മീൻ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ചക്കക്കുരു നന്നായിട്ട് വാഷ് ചെയ്ത് കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ നമ്മൾ അരച്ചു വെച്ച ഉണക്കച്ചെമ്മീനും അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ആ ജാറൊന്ന് കഴുകി ആ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുക്കർ അടച്ചു വെച്ച് 2-3 വിസിൽ വരണ വരെ ഒന്ന് വേവിച്ചെടുക്കണം. 2 വിസിൽ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ആവിയെല്ലാം പോയി കഴിഞ്ഞ് കുക്കർ തുറന്നു നോക്കുക. വെന്തിട്ടില്ലെങ്കിൽ അടച്ചു വെച്ച് ഒരു വിസിലൂടി വരുത്തിയെടുക്കണം. ഇനി ഈ കറിയിലോട്ട് വേണ്ട തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് 3 കൈപ്പിടി നിറയെ തേങ്ങയാണ് ഈ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ തേങ്ങയുടെ പകുതിയോളം വരും. 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഈ തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കുക്കർ തുറന്ന് ചക്കക്കുരു വെന്തോന്ന് നോക്കാം. ഞാനിവിടെ 2 വിസിലാണ് വരുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വേവിക്കുമ്പോൾ ആദ്യം തന്നെ 2 വിസിൽ വരുത്തിയിട്ട് ചക്കക്കുരു വെന്തോന്ന് നോക്കുക. വെന്തിട്ടില്ലെങ്കിൽ ഒരു വിസിലൂടി വരുത്തി വേവിച്ചെടുക്കുക. ഈ കറിയുടെ ബാക്കി പണികളെല്ലാം നമ്മളൊരു മൺചട്ടിയിലാണ് ചെയ്യണത്. അതിനായിട്ടൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമാങ്ങ ചേർത്ത് കൊടുത്തു. അതിലോട്ട് ഒരു തണ്ട് വേപ്പില, 2 പച്ചമുളക് നെടുകെ കീറിയത്, 1/4 ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിക്കാനായിട്ട് വെക്കാം. കുക്കറിൽ വിസിൽ വരുത്തിയെടുത്താൽ ചില മാങ്ങകൾ പെട്ടെന്ന് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇതുപോലെ ചട്ടിക്കലത്തിൽ വേവിച്ചെടുക്കുന്നത്. ഇനി നല്ല മാങ്ങ ഉടഞ്ഞു പോകാത്ത മാങ്ങയാണെങ്കിൽ ചക്കക്കുരു വെന്ത് കഴിയുമ്പോൾ മാങ്ങ കൂടി ആഡ് ചെയ്ത് ഒരു വിസിലൂടി വരുത്തിയെടുത്താൽ മതി. ഇനി മൂടി വെച്ച് മാങ്ങയൊന്ന് വേവിച്ചെടുക്കണം. മാങ്ങയ്ക്ക് അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. 3-4 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് മാങ്ങ വെന്തോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച ചക്കക്കുരു ഈ മാങ്ങയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. വേവിച്ച് വെച്ച ചക്കക്കുരു മാങ്ങയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ മാങ്ങയും ചക്കക്കുരും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ചക്കക്കുരു മാങ്ങയും ചട്ടിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ചു വരണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയും വെളുത്തുള്ളിയും കൂടിയിട്ടുള്ള ആ മിക്സ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ മിക്സിയുടെ ജാറൊന്ന് കഴുകി ആ വെള്ളം കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം. ഇതിപ്പോൾ തിളച്ചു വന്നപ്പോൾ ചാറ് കുറച്ച് കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ കറി ഇരിക്കും തോറും ഒന്ന് കുറുകി വരും. അപ്പോൾ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കി എടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കറി തണുത്ത് കഴിയുമ്പോൾ കുറുകിപ്പോയിന്ന് തോന്നുവാണെങ്കിൽ തിളപ്പിച്ച് വെള്ളം ചേർത്ത് കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കി എടുത്താൽ മതി. ഇനി ഈ കറിയിലോട്ട് വേവിച്ചൊഴിക്കണം. അതിനായിട്ട് കുറച്ച് ചുവന്നുള്ളി തൊണ്ടെല്ലാം കളഞ്ഞ് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു തണ്ട് വേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചു. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ചുവന്നുള്ളിയും വേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചുവന്നുള്ളി നല്ല ബ്രൗൺ കളറായി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. കറി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിന് എരിവ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഈ ചുവന്നുള്ളി വഴന്ന് നല്ല ബ്രൗൺ കളറായി വരുന്ന സമയത്ത്
അതിലോട്ട് ആവശ്യത്തിന് മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ എരിവെല്ലാം പാകത്തിനുണ്ട്, അതുകൊണ്ട് ഞാൻ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ ചുവന്നുള്ളി എല്ലാം വഴന്ന് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വേവിച്ചൊഴിച്ച ശേഷം ഈ കറി കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുക. എന്നിട്ട് എടുക്കുമ്പോഴായിരിക്കും കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് നേരം മൂടി വയ്ക്കുമ്പോൾ നമ്മൾ ഈ വേവിച്ചൊഴിച്ചതിൻ്റെ ഫ്ലേവറൊക്കെ കറിയിലേക്ക് ഒന്ന് ഇറങ്ങും. അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക്